ഹലോ, ഗുട്ടൻ ടാഗ്. ഇറ്റ്സ് ഹൈസി ബ്ലെസി ഫോൺ ജോവീസ് പെർഫെക്റ്റ് അക്കാദമി. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് കുറച്ച് കൊണക്ടോഴ്സ് ആണ്. അതായത് ലേബൻ ഓർഡിനൻ്റ് കൊണക്ടോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ രണ്ട് സെൻറ്റൻസും ഹൗസ് സെറ്റ്സ് ആയിരിക്കും. അതായത് രണ്ട് സെൻറ്റൻസും മെയിൻ സെൻറ്റൻസ് ആയിട്ടായിരിക്കും നമ്മൾ ഈ കൊണക്ടർ യൂസ് ചെയ്യുമ്പോൾ എഴുതുന്നത്. അപ്പോൾ അതേതൊക്കെയാണെന്ന് നോക്കാം. ഇത് നമ്മൾ പഠിക്കാൻ പോണത് രണ്ടെണ്ണമാണ്, മെയിൻലി ആബറും ദേനും. അപ്പോൾ ആബറിൻ്റെ അർത്ഥം എന്താ? ബട്ട്, അതായത് പക്ഷേന്നാണ് ആബറിൻ്റെ അർത്ഥം വരുന്നത്. ഇനി ദേനിൻ്റെ അർത്ഥം ബിക്കോസ്, അതായത് കാരണം, ഒരു റീസൺ പറയാൻ വേണ്ടിയാണ് നമ്മൾ ദേനി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആബർ എന്താന്ന് പഠിക്കാം. അപ്പോൾ ഇതിൻ്റെ ബെഡോയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ മീനിങ്. ഈ ആബർ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബട്ട് എന്നാണ് ആബറിൻ്റെ അർത്ഥം. ഇനി ഇത് എവിടെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ സൈറ്റ് ഗേഗൻ സാറ്റ്സ് ഓർഡർ കോൺട്രാസ്റ്റ്. അതായത് ഇത് ഷോ ചെയ്തത് സൈറ്റ്, സൈഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഷോ എന്നാണ് മീനിങ്. അപ്പോൾ സൈറ്റ് ഗേഗൻ സാറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സെൻറ്റൻസ്, ഒരു ഓപ്പോസിറ്റ് സെൻറ്റൻസിനെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ബട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ആബർ യൂസ് ചെയ്യുമ്പോഴും നമ്മൾ ഒരു സെൻറ്റൻസ് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആബർ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിലോ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ആബർ യൂസ് ചെയ്യും. അപ്പം ഇതിൻ്റെ ഗ്രാമാറ്റിക് റൂളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫെർബിൻഡറ്റ് സ്വൈ ഹൗട്ട്സേറ്റ്സി. ഫെർബിൻഡറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു കണക്റ്റ് എന്നാണ് മീനിങ്. അപ്പോൾ രണ്ട് ഹൗട്ട്സാറ്റ്സ്, രണ്ട് മെയിൻ സെൻറ്റൻസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആബർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വെർബ് ബ്ലൈറ്റ് ഓഫ് പൊസിസിയോൺസ് വൈ, അതായത് സെക്കൻഡ് പൊസിഷനിൽ തന്നെയായിരിക്കും ഇതിൻ്റെ വെർബ് ഇരിക്കുക. പ്രത്യേകിച്ച് മാറ്റമൊന്നും വരില്ല. വേറെ കുറച്ച് കൊണക്ടോർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെർബ് എന്തിലേക്ക് കൊണ്ടുപോയി അല്ലെങ്കിൽ വെർബിൻ്റെ പൊസിഷന് ചേഞ്ച് വരും. പക്ഷെ നമ്മൾ ആബർ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ വെർബിൻ്റെ പൊസിഷന് ചേഞ്ച് ഒന്നും വരില്ല. നമ്മൾ ഫസ്റ്റ് സബ്ജക്റ്റ് എഴുതണം, അതിന് ശേഷം സെക്കൻഡ് പൊസിഷനിൽ തന്നെയായിരിക്കും നമ്മൾ വെർബ് എഴുതുന്നത്. ഇനി ഈ ആബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് പൊസിഷൻ ഒന്നുമില്ല, ഇത് നുൾ പൊസിഷൻ ആണ്. അതായത് ഈ ആബർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന് പൊസിഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. പകരം അത് കഴിഞ്ഞ് എഴുതുന്ന സബ്ജക്റ്റിനായിരിക്കും നമ്മൾ ഫസ്റ്റ് പൊസിഷൻ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കുമ്പോൾ അത് കുറച്ചുകൂടെ ക്ലിയർ ആവും. അപ്പോൾ ഇതിൻ്റെ സാറ്റ് സ്ട്രക്ചർ, അതായത് സെൻറ്റൻസ് സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് സാറ്റ്സ് 1, അതായത് സാറ്റ്സ് 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെൻറ്റൻസ് എഴുതും. അതിനുശേഷം നമ്മൾ ഒരു കോമിട്ട് ആ ഒരു സെൻറ്റൻസിനെ സെപ്പറേറ്റ് ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ ആബർ എന്ന് പറഞ്ഞ കൊണക്ടർ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സാറ്റ്സ് വൈ, അതായത് സെക്കൻഡ് സെൻറ്റൻസ് എന്താണോ അത് എഴുതുന്നു. അപ്പോൾ ഫസ്റ്റത്തെ സെൻറ്റൻസ് നമ്മൾ നോർമലി എങ്ങനെയാണോ ഒരു സെൻറ്റൻസ് ബിൽഡ് ചെയ്യണേ അതുപോലെ തന്നെ എഴുതും. അതിന് കോമിട്ട് സെപ്പറേറ്റ് ചെയ്തതിനു ശേഷം ആബർ വെച്ചു, അതിന് ശേഷമായിരിക്കും നമ്മൾ സെക്കൻഡ് സെൻറ്റൻസ് എഴുതുന്നത്. അപ്പോൾ അതിനെ കുറച്ച് ബൈഷ്പീൽ എക്സാമ്പിൾസ് എന്താണെന്ന് നോക്കാം. ഇഷ് മ്യോഷ്തെ കൊമ്മൻ ആബർ ഇഷ് ഹാബെ കൈനേസൈറ്റ്. എനിക്ക് വരാൻ ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് സമയമില്ല. അപ്പോൾ ഫസ്റ്റത്തെ സെൻറ്റൻസ് എന്താ? എനിക്ക് വരാൻ ആഗ്രഹമുണ്ട്, ഇഷ് മ്യോഷ്തെ കൊമ്മൻ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ സബ്ജക്റ്റ് വെച്ചു, ദെൻ സെക്കൻഡ് പൊസിഷനായിട്ട് വെർബ് വെച്ചു, തേർഡും ഈ വെർബ് തന്നെ വന്നിരിക്കുന്നത് ഇത് മൊഡാൽ വെർബാണ് മ്യോഷ്തെ എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ലാസ്റ്റും കൊമ്മൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻഫിനിറ്റീവ് ഫോമിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഫസ്റ്റത്തെ സെൻറ്റൻസ് കഴിഞ്ഞിട്ട് നമ്മൾ കോം ഇട്ടിരിക്കുകയാണ്. അതായത് ആ ഒരു സെൻറ്റൻസിനെ സെപ്പറേറ്റ് ചെയ്തൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ കോം ഇട്ടിരിക്കുന്നത്. ഇനി അതിന് ശേഷം ആബർ എന്ന് പറഞ്ഞിട്ടുള്ള കണക്ടർ യൂസ് ചെയ്തു. ഇതിന് പൊസിഷൻ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിന് നുൾ പൊസിഷനാണ്. നുൾ എന്ന് പറഞ്ഞാൽ 0. ഇതിന് പൊസിഷനായിട്ട് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ സബ്ജക്റ്റ്, സെക്കൻഡ് സെൻറ്റൻസ് ആണ് എഴുതിയിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ സബ്ജക്റ്റ് എഴുതി ഇഷ് എന്നുള്ളത്. പിന്നെ ഹാബെ കൈനൈസൈറ്റ്, ഇഷ് ഹാബെ കൈനൈസൈറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് സമയമില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സബ്ജക്റ്റ്, ദെൻ വെർബ് വെച്ചു, പിന്നെ ഒബ്ജക്റ്റ് കൊടുത്തു. അപ്പോൾ ആബർ കഴിഞ്ഞിട്ടുള്ള പൊസിഷൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, അങ്ങനെയായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ അടുത്തൊരു സെൻറ്റൻസ് നോക്കാം. എസിസ്റ്റ് കാൾഡ് ആബർ ദി സൊണ്ണെ ഷൈറ്റ്. അതായത് ഇവിടെ തണുപ്പാണ് പക്ഷെ സൂര്യൻ പ്രകാശിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എസ് ആണ്. അതിനുശേഷം വെർബ് കൊടുത്തിരിക്കുകയാണ്, സൈൻ വെർബിനെ കോൺജുഗേറ്റ് ചെയ്ത് ഇസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന് കാൾട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അഡ്ജക്റ്റീവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് അവിടെ പൂർണ്ണമായി കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ കോമ ഇട്ട് ആ ഒരു സെൻറ്റൻസിനെ സെപ്പറേറ്റ് ചെയ്തു. എന്നിട്ടാണ് നമ്മൾ കണക്ടർ യൂസ് ചെയ്തിരിക്കുന്നത് ആബർ എന്നുള്ളത്. പിന്നെ സബ്ജക്റ്റ് ദി സൊണ്ണ എഴുതി, പിന്നെ വെർബ് ഷൈൻറ്റ് എന്നുള്ളത് കോൺജുഗേറ്റ് ചെയ്ത് എഴുതി. ഇവിടെ പ്രത്യേകിച്ച് ഒബ്ജക്റ്റ് വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വെർബ് കഴിഞ്ഞിട്ട് വേറെ ഒന്നും എഴുതാതിരുന്നത്. അപ്പോൾ രണ്ട് സെൻറ്റൻസിലും വെർബ് നമ്മൾ സെക്കൻഡ് പൊസിഷനിലാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ പെട്ടെന്ന് നോക്കുമ്പോൾ തേർഡ് പൊസിഷൻ ആയിട്ട് തോന്നാം, പക്ഷെ ആബർ എന്ന് പറഞ്ഞത് നുൾ പൊസിഷൻ ആണ്. അതുകൊണ്ട്
വെർബ് എപ്പോഴും സെക്കൻഡ് പൊസിഷനിൽ തന്നെയായിരിക്കും വരുന്നത്. ഇനി അടുത്ത സെന്റൻസ് നോക്കാം. എർ ലേൺ ടു ഫീൽ ആബർ എർ ഇസ്റ്റ് മ്യൂഡെ. അതായത് അവൻ ഒരുപാട് പഠിച്ചു, പക്ഷെ അവൻ ടയേർഡാണ്, അങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ലേൺ എന്നുള്ളതിനെ കോൺജുഗേറ്റ് ചെയ്ത് ലേൺഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതാണ് അവിടുത്തെ വെർബ്. അത് സെക്കൻഡ് പൊസിഷനിലാണ് വന്നിരിക്കുന്നത്. ഇവിടെയും ഇസ്റ്റ് സൈൻ വെർബിനെ കോൺജുഗേറ്റ് ചെയ്തിട്ട് ഇസ്റ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതും സെക്കൻഡ് പൊസിഷനിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ആബർ എന്നുള്ളത് നമ്മൾ പൊസിഷനായിട്ട് കൂട്ടേണ്ട ആവശ്യമില്ല. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ആബർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കണക്ടർ വെച്ച് എഴുതുന്നത്. അപ്പം ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ പക്ഷേ അല്ലെങ്കിൽ ബട്ട് എന്നാണ് ഇതിൻ്റെ മീനിങ് വരുന്നത്. അപ്പം ഈ ഒരു കണക്ടർ വെച്ച് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് സെൻറ്റൻസും ഹൗസ് സെൻസ് മെയിൻ സെൻറ്റൻസ് ആയിരിക്കും, രണ്ടിലും സെക്കൻഡ് പൊസിഷനിലായിരിക്കും വെർബ് വരുന്നത്. ഇനി അടുത്തൊരു കണക്ടറാണ് ദേ എന്നുള്ളത്. ഇതിൻ്റെ ബെഡോയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബിക്കോസ്, അതായത് ഒരു റീസൺ, കാരണമാണ് ഈ ദേ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വരുന്നത്. ഇനി ഗിഫ്റ്റ് ഐനൻ ഗ്രൂണ്ട് ഓർഡർ ഐനെ എർക്ലിയറും, അതായത് ഇതൊരു റീസൺ, ഗ്രൂണ്ട് എന്ന് പറഞ്ഞാൽ ഒരു റീസൺ ആണ് ഇതിൻ്റെ സെൻറ്റൻസ് ആയിട്ട് തരുന്നത്. അതായത് നമുക്കിത് ഈ ഒരു സെൻറ്റൻസ് മീൻ ചെയ്യുന്നത് ഒരു റീസൺ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ ആയിരിക്കും ഈ ബിക്കോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതേ എന്ന് പറഞ്ഞിട്ടുള്ള കണക്ടർ യൂസ് ചെയ്ത് നമുക്ക് തരുന്നത്. അപ്പം ഇതിൻ്റെ ഗ്രാമാറ്റിക് ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെർബിൻ്റെ സോയ് ഹാവ് ചാച്ച്, അതായത് രണ്ടും മെയിൻ സെൻറ്റൻസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇതിലും പൊസിഷൻ, വെർബിൻ്റെ പൊസിഷൻ സെയിം തന്നെയായിരിക്കും, രണ്ടും സെക്കൻഡ് പൊസിഷനിലായിരിക്കും വെർബ് വരുന്നത്. ഇനി ഇതിൻ്റെയും സാറ്റ് സ്ട്രക്ചർ സെയിം തന്നെയാണ്. അതായത് ഫസ്റ്റ് നമ്മൾ സാറ്റ്സ് ഐൻസ് എഴുതും, ദെൻ കോമ എഴുതും, അതിനുശേഷം ദേ എന്ന് പറഞ്ഞിട്ടുള്ള കണക്ടർ യൂസ് ചെയ്യും, ദെൻ ലാസ്റ്റ് സാറ്റ്സ് സ്വൈ എഴുതിയിട്ട് നമ്മൾ ആ ഒരു സെൻറ്റൻസ് എൻഡ് ചെയ്യും. അപ്പം അതിൻ്റെ കുറച്ച് ബൈഷ്പീൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഷ് ഗേ നാ ഹൗസേ ദേൻ ഇഷ് ബിൻ മ്യൂഡെ. അതായത് ഞാൻ വീട്ടിലേക്ക് പോയി കാരണം ഞാൻ ടയേർഡാണ്, ഒരു റീസൺ ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ വീട്ടിലേക്ക് പോയതിൻ്റെ റീസൺ ആണ് ഇവിടെ ദേൻ വെച്ച് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഞാൻ ടയേർഡാണ്, അതുകൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഒരു റീസൺ പറയാനോ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ദേ എന്ന് പറഞ്ഞ കണക്ടർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന് മുന്നേ ഈ ഫസ്റ്റ് സെൻറ്റൻസ് കഴിഞ്ഞ് നമ്മൾ കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ സെക്കൻഡ് സെൻറ്റൻസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് പൊസിഷനിൽ ഇവിടെ ഗേ എന്ന് പറഞ്ഞിട്ടുള്ള വെർബുണ്ട്, ഇവിടെ ബിൻ എന്ന് പറഞ്ഞിട്ടുള്ള വെർബും സെക്കൻഡ് പൊസിഷനിലുണ്ട്. അപ്പം ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. എർ ബ്ലൈബ്ഡ് ടു ഹൗസേ ദേൻ എറസ്റ്റ് ക്രാങ്ക്. അവൻ വീട്ടിൽ തന്നെ ഇരുന്നു കാരണം അവന് സുഖമില്ല. അപ്പോൾ ഇവിടെ ബ്ലൈബ് എന്നുള്ളതാണ് വെർബ്. ബ്ലൈബ്ഡ് എന്ന് പറഞ്ഞ് കോൺജുഗേറ്റ് ചെയ്ത് നമ്മൾ സെക്കൻഡ് പൊസിഷനിൽ എഴുതി. പിന്നെ ഈ സെൻറ്റൻസ് കഴിഞ്ഞ് നമ്മൾ കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്തു, ദേൻ എഴുതി. എർ ഈസ്റ്റ് ക്രാങ്ക്, ഇവിടെയും ഈസ്റ്റ് എന്ന് പറഞ്ഞത് സെക്കൻഡ് പൊസിഷനിലാണ് വന്നിരിക്കുന്നത്. ഈ ദേ എന്ന് പറഞ്ഞ കണക്ടറും ആബർ പോലെ തന്നെ നുൾ പൊസിഷനാണ്, ഇവിടെ പൊസിഷന് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത സെൻറ്റൻസ് ആണ് വി ആർ ലേർണൻ ഡോയിഷ് ദേൻ വി ആർ മ്യോസ്റ്റൻ ഇൻ ഡോയിഷ്ലാൻഡ് ആർബൈറ്റൻ. ഞങ്ങൾ ജർമ്മൻ പഠിക്കുന്നു കാരണം ഞങ്ങൾക്ക് ജർമ്മനിയിൽ ജോലി ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇവിടെയും ലേർൺ എന്ന് പറഞ്ഞതാണ് വെർബായിട്ട് വന്നിരിക്കുന്നത്, അത് നമ്മൾ സെക്കൻഡ് പൊസിഷനിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇനി ആ ഒരു ജർമ്മൻ പഠിക്കുന്നതിൻ്റെ റീസൺ ആണ് പറഞ്ഞിരിക്കുന്നത്, ജർമ്മനിയിൽ ജോലി ചെയ്യാനായിട്ട് ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ജർമ്മൻ പഠിക്കുന്നത്. അപ്പോൾ ഒരു റീസൺ പറഞ്ഞത് കൊണ്ട് നമ്മൾ ദേ എന്ന് പറഞ്ഞ കണക്ടറാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇവിടെയും മ്യോസ്റ്റ് എന്ന് പറഞ്ഞതാണ് വെർബ്, അത് സെക്കൻഡ് പൊസിഷനിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇനി ആർബൈറ്റ് എന്ന് പറഞ്ഞ വെർബ് ഇവിടെ ലാസ്റ്റ് വെക്കാൻ കാരണം ഇവിടെ മൊഡാൽ വെർബ് വന്നതുകൊണ്ടാണ് ഈ ആർബൈറ്റ് എന്ന് പറഞ്ഞ വെർബ് നമ്മൾ ലാസ്റ്റ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ സുസാമൻ ഫാസിങ്, അതായത് കൺക്ലൂഷനിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ ആബർ നമ്മൾ യൂസ് ചെയ്യണത് ബട്ട് എന്ന് പറഞ്ഞിട്ട്, അതായത് പക്ഷേ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആബർ യൂസ് ചെയ്യുന്നത്. അതുപോലെ ദേൻ യൂസ് ചെയ്യുന്നത് ഒരു റീസൺ, ബിക്കോസ് അല്ലെങ്കിൽ കാരണം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദേൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടും ഹൗസ് സെറ്റ്സ് മെയിൻ സെൻറ്റൻസ് ആയിരിക്കും രണ്ട് സെൻറ്റൻസും വരുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് പൊസിഷനിലായിരിക്കണം രണ്ട് സെൻറ്റൻസിലും വെർബ് നമ്മൾ വെക്കേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഡാങ്കേഷൻ.